ഇപ്പോൾ അർജുനും ഞാനും സംസാരിച്ച ഡൽഹി സ്ഫോടനത്തിന് പുതിയ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിയുടെ തീവ്രത അത് എത്രത്തോളം ആണ് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഉമർ സഞ്ചരിച്ച ഹുണ്ടായി i20 കാർ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപത്തെ ജംഗ്ഷനിൽ നിൽക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമാണ് ഈ ദൃശ്യത്തിലുള്ളത്. സ്ഫോടനം നടക്കുമ്പോൾ ഓട്ടോറിക്ഷകളും തെരുവ് കച്ചവടക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചുറ്റുമുണ്ടായിരുന്നു. പൊട്ടിത്തെറിക്ക് പിന്നാലെയുണ്ടായ പ്രകമ്പനവും ആളുകൾ ചിതറിയോടുന്നതും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ സ്ഫോടനത്തിൽ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ 12 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ 8 പേരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. കൂടുതലും ഉത്തർപ്രദേശ്, ബീഹാർ സ്വദേശികളൊക്കെയാണ്. ഈ സ്ഫോടനം നടന്നതിനടുത്തെ മാർക്കറ്റിൽ നിന്ന് ഒരു കൈപ്പത്തി ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കാർ ബോംബ് സ്ഫോടനം നടന്നതിന് 200 മീറ്റർ മാറിയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഫോടനത്തിൽ മരിച്ചവരുടെ ശരീരഭാഗമാണ് ലഭിച്ചതെന്നാണ് കരുതുന്നത്. ചെങ്കോട്ട സ്ഫോടനം നടന്നതിന്റെ ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ന്യൂ ലജ്പത് റായ് മാർക്കറ്റിന്റെ ഭാഗത്താണ്. ഇവിടെ നിരവധി കടകളും മറ്റും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഒരു കൈപ്പത്തി ലഭിച്ചിരിക്കുന്നത്. ഈ കൈപ്പത്തി നേരത്തെ CFSL ഉദ്യോഗസ്ഥരെത്തി, ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി ആ കൈപ്പത്തി ശേഖരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടനത്തിന്റെ ആഘാതം സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം സൂചന നമുക്ക് ലഭിക്കുന്ന, അതിൻ്റെ ആഘാതത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണിത്. അതായത് സ്ഫോടനം നടന്ന് ഏതാണ്ട് 200 മീറ്ററോളം അകലെയുള്ള ഈ പ്രദേശത്താണ് ഇപ്പോൾ ഈ കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റും ലഭിച്ചിരുന്നത്. തുടർന്ന് ഡൽഹി പോലീസ് ഇവിടെ എത്തുകയും ഈ കൈപ്പത്തി ശേഖരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഇപ്പോഴും ഈ തെളിവെടുപ്പിന് ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, ചില പ്രൊസീജിയേഴ്സ് കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആളുകളെ ആ പ്രദേശത്തേക്ക് കയറ്റിവിടുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റെഡ് ഫോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെയാണ്. അതായത് റെഡ് ഫോർട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് 200 മീറ്റർ ഉൾപ്രദേശത്താണ് ഈ സ്ഥലം ഇത് നിൽക്കുന്നത്. ഈ സ്ഥലം ഉള്ളത് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിലായിരിക്കാം അവിടെ നിന്ന് ഈ സാധനങ്ങൾ ഇത്രയും, അതായത് ഈ കൈപ്പത്തി ഇവിടെ ഈ ചിന്നി ചെതറി ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കേണ്ടത്. ഏതായാലും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കൈപ്പത്തി ആയിരിക്കണം അത് എന്ന് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ ഒരു നിലപാട്. ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. NIAയും അതുപോലെ തന്നെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ഒക്കെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസും ഹരിയാന കേന്ദ്രീകരിച്ചും ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ റെയ്ഡ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഉത്തർപ്രദേശ് ATS ഒരാളെ, അത് അനന്തനാഗിൽ നിന്നൊരു വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു ഈ കസ്റ്റഡിയിലെടുത്തത്. ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അന്വേഷണം അതിൻ്റെ സുപ്രധാനമായ തലങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് ഈ വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.